നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശദമായ വിശകലനവുമായി ആർ രാധാകൃഷ്ണനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നല്ലേ. ആർക്കെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ആർക്കെ എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഒരുമിച്ച് സുഹൃത്തിൽ പോയ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അന്ന് ഇത് രാഹുൽ ഗാന്ധി എന്ന പരിപാടിയാണ്, അതിനുവേണ്ടി പോയതാണ്. അപ്പോൾ അതേ സുഹൃത്തിനടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആർക്കെ ഇതിലെ പ്രധാനം ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം മുന്നണികൾ വിചാരിച്ച പോലെ ഉയർന്നില്ല. അത് രണ്ട് പക്ഷത്തെയും ആശങ്കാകുലരും ആദ്യമുള്ളവരുമാക്കുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുമ്പോൾ പോലും ശതമാനം ഉയരും എന്നത് അവരുടെ ആകാംക്ഷയും ചങ്കിടിപ്പും തന്നെയാണ്. ആർക്കെ തീർച്ചയായിട്ടുമാണ് ആഷ്മി. കാരണം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാവിലെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യവും അതുതന്നെയാണ്. എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ ഒരു പ്രാധാന്യം ഈ നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിലുണ്ട്. 93 മണ്ഡലങ്ങളിൽ 73 BJP വിജയിച്ച സീറ്റുകളാണ്, അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ്. മാത്രമല്ല NDA എന്ന നിലയ്ക്ക് 85 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ ഈ സീറ്റ് 93 അവർ വിജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത വിജയിച്ച് ഭരണത്തിലേക്ക് മടങ്ങിയെത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ കൃത്യമായിട്ട് ഈ സീറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് BJPക്ക് NDAക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തീപാറുന്ന പോരാട്ടമാണ് ഈ മണ്ഡലങ്ങളിൽ നടന്നിരിക്കുന്നത്. എല്ലാവരെയും ബൂത്തിലെത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, അത് ഇന്ത്യ മുന്നണിയാണെന്നുണ്ടെങ്കിലും ഈ സീറ്റുകൾ പിടിച്ചെടുത്താൽ മാത്രമേ അവർക്കും അവരുടെ ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വരാനായി സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ അവരും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വോട്ട് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ മുതൽ ഉള്ള കണക്ക് നോക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം വെച്ച് നോക്കുമ്പോഴേക്ക് മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് 7 ഘട്ടങ്ങളിലെ അവസാന ഘട്ടത്തിനുള്ള വിജ്ഞാപനം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൽ വാരണാസി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഫുൾ മോഡിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എത്തുന്നു. ഈ ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ 283 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ആണ് പൂർത്തിയാകാനായിട്ട് പോകുന്നത്. അതായത് പകുതിയോളം മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, മുന്നണികളെ സംബന്ധിച്ച്, നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ അടിയൊഴുക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് പ്രവചനാതീതമാക്കുന്ന വിധത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായി വോട്ട് ഇങ്ങനെ കുറവ് അത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും വോട്ടിംഗ് ശതമാനം ഉയർത്താനായിട്ടുള്ള അഭ്യർത്ഥനയുമായി രംഗത്ത് നിൽക്കുന്നു. അതാണ് നമുക്ക് കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. ഓക്കെ.